ദേശീയ വിദ്യാഭ്യാസ നയം അട്ടിമറിക്കാനുള്ള കേന്ദ്ര ശ്രമത്തെ ഏതു വിധേയനെയും ചെറുക്കുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി. വിദ്യാഭ്യാസത്തിൽ മതവും വ്യാജ ചരിത്രങ്ങളും നിർമ്മിച്ച ജനകീയ വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്നും ആദർശ് ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. SFIയുടെ 18ാം സമ്മേളനം സമാപിച്ചു. ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയും ദേശീയ പ്രസിഡന്റായി മലയാളിയായ ആദർശ് സജിയെയും തെരഞ്ഞെടുത്തു. ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് മതത്തിൻ്റെ രാഷ്ട്രീയം ഉൾപ്പെടുത്തുന്നതിനുള്ള ശ്രമം സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലൂടെ എങ്ങനെ ഒരു വർഗീയവൽക്കരണം നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് അത് തന്നെയാണ്. എങ്ങനെ വർഗീയവൽക്കരിക്കുക, കമ്പോളവൽക്കരിക്കുക, കച്ചവടവൽക്കരിക്കുക, കേന്ദ്രീകരിക്കുക. അപ്പം അത് നല്ല ബോധ്യത്തോടു കൂടിയാണ് SFI അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അരാഷ്ട്രീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ SFI ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ആ നിലയിൽ നല്ല വിദ്യാർത്ഥികളെ നല്ല നിലയിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ വർഗീയവൽക്കരണത്തിനെതിരെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ SFIയുടെ ഭാഗത്തുനിന്നുണ്ടാവും. വ്യാജ ചരിത്ര നിർമ്മിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അക്കാദമിക രംഗത്ത് നടക്കുന്നത്. അതെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഔദ്യോഗികമായി 6ലധികം മാപ്പപേക്ഷകൾ എഴുതി കൊടുത്ത വ്യക്തിയാണ് സവർക്കർ. അദ്ദേഹത്തെ വീര സവർക്കറായിട്ടാണ് നിലവിൽ ചരിത്രം തിരുത്തി നരേന്ദ്രമോദിയുടെയും RSSന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചരിത്രത്തിൽ സവർക്കർ എന്നുള്ളത് ഭീരുവായിട്ടുള്ള സവർക്കറാണ്. അപ്പോൾ ആ ഭീരുവായിട്ടുള്ള സവർക്കറെ പാഠപുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഗാന്ധിജിയെയും ഭഗത് സിംഗിനെയും പോലെയുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളെ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പുറത്തേക്ക് എറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം രാജ്യത്തെ വിദ്യാർത്ഥികൾ ബോധ്യമുള്ളതാണ്. ആ രാഷ്ട്രീയവൽക്കരണം ഒരു ക്യാമ്പയിൻ ഉൾപ്പെടെ രാജ്യത്താകമാനം SFI ഏറ്റെടുത്തിട്ടുള്ളതാണ്. അത് വിദ്യാർത്ഥികൾ ബോധ്യമുള്ളതാണ്. കേരളമാണ് രാജ്യത്തിനാകമാനം ഒരു ബദൽ ഉയർത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയാകട്ടെ, പൊതുവിദ്യാഭ്യാസ മേഖലയാകട്ടെ, രാജ്യത്താകമാനം തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു സംവിധാനം ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാവട്ടെ, പൊതുവിദ്യാഭ്യാസ മേഖലയാവട്ടെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം SFIയുടെ ഭാഗത്തുനിന്നുണ്ടാവും. കഴിഞ്ഞ നാളുകളുണ്ടായിരുന്നു, തുടർന്നും ആ നിലയിലുണ്ടാവും എന്നുള്ളതാണ്.